അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ നിസ്കാരത്തെ ഷർത്ത് കുറിച്ചിട്ട് പഠിക്കാം. നിസ്കാരത്തിന് 5 ഷർത്തുണ്ട്. അതിൽ ഒന്നാമത്തേത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക. അപ്പോൾ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക ചെന്നിട്ടുണ്ടെങ്കിൽ അശുദ്ധി 2 വിധമുണ്ട്. ഒന്ന് ചെറിയ ശുദ്ധി ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉളുവാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശുദ്ധിയായിട്ട് അർത്ഥം, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായ. ഇനി അത് പിന്നൊരു അശുദ്ധി വലിയ അശുദ്ധി, അത് കുലി നിർബന്ധമായിട്ട് ഞങ്ങൾ കുളിച്ചാറുണ്ടായെങ്കിൽ അങ്ങ് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാറുണ്ട് അർത്ഥം. അപ്പം ഒന്നാമത്തത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക. അതെന്താക്കുക, കുലി നിർബന്ധമായിരുന്ന ആൾ കുലിക്കുക, ഉളുവില്ലാത്ത ആൾ ഉളുവാക്കുക. ഇനി രണ്ടാമത്തെ ഷർത്ത് നജസ്സിൽ നിന്ന് ശുദ്ധി വരുത്തുക. നജസ്സിൽ നിന്ന് ശുദ്ധി എന്തെല്ലാക്കണോ? ഒന്ന്, അവൻ്റെ തടി അവನು തടിയിൽ നജസ് എന്തുണ്ടായെങ്കിൽ മൂത്ര അല്ലെങ്കിൽ ഇത് മൂത്ര പിന്നെ മോഷൻ പോലത്തെ എന്തുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ചോര എന്തുണ്ടായെങ്കിൽ ഇങ്ങനത്തെല്ലാം നജസ്സുള്ള സാമാനം അതെന്തരായെങ്കിൽ അവൻ്റെ തടിയിൽ എന്തുണ്ടായെങ്കിൽ തടി ക്ലീൻ ആക്കണം. അതേപോലെ രണ്ടാമത്തത് അവൻ്റെ തടിയിൽ അല്ലെങ്കിൽ ഡ്രസ്സിലുണ്ട്. രണ്ടാമത്തത് അവൻ്റെ ഡ്രസ്സിൽ നജസ് എന്തുണ്ടായെങ്കിൽ അതും ക്ലീൻ ആക്കണം. പിന്നെ ഒന്ന് അവൻ്റെ നിസ്കരിക്കണമെന്നത്തെ മുസല്ലയുടെ പക്ക അവിടെ നജസ് എന്തുണ്ടായെങ്കിൽ അതും ക്ലീൻ ആക്കണം. ഇങ്ങനെ 3 വെറൈറ്റീസ് എന്തിനാക്കണം, ക്ലീൻ ആക്കണം. നജസ്സിൽ നിന്നിട്ട് ക്ലീൻ ആക്കണം. ഒന്ന് അവൻ്റെ തടി, അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ നിസ്കരിക്കട മുസല്ലയുടെ പക്ക. അങ്ങനെ അത് നജസ്സിൽ നിന്ന് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ അവൻ എന്തായിത്തു, നജസ്സിൽ നിന്ന് ശുദ്ധിയായിത്തിൻ്റെ അർത്ഥം. അപ്പം രണ്ടാമത്തെ കാര്യം നജസ്സിൽ നിന്ന് ശുദ്ധി വരുത്തുക. മൂന്നാമത്തേത് ഔറത്ത് മറക്കുക. ഔറത്ത് മറക്കണം. ആണെങ്കിൽ ഔറത്ത് പൊക്കിട്ട് പിരിച്ചിട്ട് കാലിൻ്റെ മുട്ട് തോലും, 2 കാലിലും മുട്ട് വേണ്ടല്ലേ, ಅವ್ರ ತೋಲು ಅವನು ಅಂದ್ರೆ ಹಾಕೊಂಡು ನಿಸ್ಕರಿಕಟ್ಟ ಟೈಮಲ್ಲಿ മറന്നിട്ടിക്കണം. അത് ആ ഗ്യാപ്പ് എന്തോ കാണത്തീര നിസ്കാരത്തിടയിൽ. കുറേ ആണുങ്ങളുള്ളവർ അങ്ങ് സാധാരണ പാൻറ് ഇട്ട വേണ്ടാറ്, പക്ഷെ ഉൽഗത്തിൽ ബനിയാൻ എന്തിക്കില്ല. അങ്ങനെ ആയിട്ടായെങ്കിൽ ചിലപ്പോൾ എന്തോട് അങ്ങ് സുജൂത് പോകുമ്പോൾ റുക്കു പോകുമ്പോൾ എത്തുകയോ അങ്ങനെ എന്തോട് പൊക്കളുടെ കാണ്ടി ആ കീഴിൻ്റെ പ്ലേസ് എന്തോട് പിറവ് സൈഡിൽ കാണലുണ്ട്. എന്നെങ്കിലും അങ്ങനെ എന്താവില്ല നിസ്കാര സ്വഹിയാവില്ല. ചെന്നൈയുടെ മൂന്നാമത്തെ ഔറത്ത് മറക്കൊരു ഷർത്ത് ഇല്ലാണ്ടായിತ್ತು. അതുകൊണ്ടിട്ട് ആണിങ്ങ ശ്രദ്ധിക്കാനായതായിട്ട് ഔറത്ത് മറക്കൊരു ഷർത്ത് ഉണ്ടല്ലേ, ഉൽഗത്ത് പാൻറ് ഇട്ട ഉൽഗത്ത് ബനിയാൻ ഇട്ടിട്ടേ നിസ്കരിക്കാൻ പോകേണ്ടതായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടിക്കത്. പിന്നെ ചട്ട ഉദ്ദിന്നെങ്കിൽ ഓക്കെ, ചെറിയ ചട്ടിയിലിട്ടാകുമ്പോഴത്തേക്ക് അത് എത്ര എത്തെങ്കിലും എന്തോട് ബാക്ക് സൈഡിൽ അവൻ്റെ ഔറത്ത് കാണ്ടേ. അതുകൊണ്ട് ആണിങ്ങ സൂക്ഷിക്കണം. പിന്നെ പെണ്ണിങ് അതേപോലെ പെണ്ണിങ്ങലോ കൈയുടെ ഇത്തരെ ഇതിത്തരെ എന്താക്കാം ബുട പുറത്ത് കാണാം. പിന്നെ ഒന്ന് മുഖം ഇത്തരെ കറക്റ്റ് ഒരു 30 ഷേപ്പ് മാത്രം ഇതാ കാതും കാണുകയില്ല, 30 ഇങ്ങനെ ഒരു ഷേപ്പ് മാത്രം എന്താക്കാം പുറത്ത് വിടുക. പിന്നെ അവിടുത്തെ ഫുള്ള് എന്താക്കണം ബന്ധമായിട്ടിക്കണം. പിന്നെ തടിയിലുള്ള ഇതെല്ലാം കാല് അത് ഇതെല്ലാം എന്താവണം ഫുള്ള് ബന്ധമാണ്. അങ്ങനത്തെ മരയായിട്ടിക്കണം നിസ്കാരത്തിൽ പെണ്ണിങ്ങ വേണ്ടത്. കുറേ പെണ്ണിങ്ങളോ കാലിൻ്റെ അടി കാണലുണ്ട്, അതെല്ലാം തെറ്റായിട്ടിക്കട്, അതെല്ലാം ഔറത്ത് അവിടെ വെളിവായിട്ട് കാണുന്നതായിട്ടിക്കട്. അപ്പോൾ കാലിൻ്റെ ഷോക്സ് എല്ലാം ഇട്ടിട്ട് നിസ്കരിക്കലായിട്ടിക്കട് ബെറ്റർ. പെണ്ണികൾ ഔറത്ത് അങ്ങനെ ആയിട്ടിക്കട്. അങ്ങനെ ഇപ്പോൾ മൂന്നാമത്തത് ഔറത്ത് മറക്കുക. നാലാമത്തത് സമയം എന്നറിയുക. നിസ്കാരത്തെ ഷർട്ടിൽ നാലാമത്തത് സമയം എന്നറിയുക. ടൈം ആയിത്താണ് നോക്കുന്നു. ഇപ്പോൾ ലൊഹൂർ എന്ന ലൊഹൂർ നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കലുണ്ടായെങ്കിൽ ഞങ്ങൾ ലൊഹൂർ ടൈം ആയിട്ടിക്കണം. ലൊഹർ ടൈം ആവൺ ಟೈಮ್ നമുക്ക് ಲೊಹರ್ ನಿಸ್ಕರಿಕೋಗಾವಲ್ಲ. ಎಲ್ಲ ಬಾಂಗಿಗೆ ಎಲ್ಲ ರಾಯತ್ತಲು ಓರೋ ಟೈಮಿಂಗ್ಸ್ ಕೊಡ್ತರು. ಆ ಟೈಮು ಆಯ್ತಿಂದಂಗೆ ಮಾತ್ರ ಪಲ್ಲಿಲಿ ಬಾಂಗ್ ಆಯ್ತು ಕೊರಿಯಲ್ಕೊಂಡು ಎಂದರು ಪಲ್ಲಿಲಿ ಬಾಂಗ್ ಆಯ್ತು ಸಾಥ ನಿಸ್ಕರಿಕಿಡು ಕರೆಕ್ಟ್ അവിടെ നോക്കുകയില്ല ಅಂದರೆ ടൈമು ബാങ്ക് കൊടുക്കണങ്ങനെ ടൈം നോക്കിയിട്ടായിട്ടിക്കട്. ഇനി ഉദാഹരണക്ക് ഒരു ടൈം ಅಂದರೆ അവിടെ അവർക്ക് ಪೋಸ್ತಾಮಾರು അല്ലെങ്കിൽ ഒരു ടൈമത്തിൽ ಬೇಗ ಬಾಂಗ್ ಆಯ್ತು ಅಂದರೆ ಆಯ್ತು ಬೇಗ ಬಾಂಗ್ ಅಂಟಾയെങ്കിൽ ಹೊರಕಂಗೆ ನೆಂಚಿಟ್ಟು ಬಾಂಗ್ ಕೊಡ್ತಾ ಇಟ್ಟಿಕ್ಕು ಅದು ടൈം കൊണ്ടില്ലാണ്ട് ടപ്പ് പോയിട്ട് നിസ്കരിച്ചിട്ട് എന്താവും നിസ്കരിച്ച ടൈം ആയിട്ടില്ലേ. അതുകൊണ്ടിട്ട് ഞങ്ങൾ എന്താക്കണം അവിടെ ടൈമിങ്സ് ഇക്കട്. ആ ടൈമിങ്സ് പല്ലിലൊരു ടൈമിങ്സ് ഉണ്ട് നിസ്കാരത്തെ പറ്റി വേലപ്പറ്റി ചെന്നിട്ട് അങ്ങനത്തെല്ലാം വന്നിട്ട് ഔത്ത് വെച്ചെങ്കിൽ ഭയങ്കര നല്ല വിഷയമായിട്ടിക്കട്. പിന്നെ ഞങ്ങൾക്കുള്ളത് നോക്കി നിസ്കരിക്കുക അവിടെ ഇനി ബാങ്ക് കേൾക്കാത്ത ആൾ മാറിക്കിടാറ് അങ്ങനത്തെല്ലാം നിർബന്ധമായിട്ട് വേണേ നിസ്കാരത്തെ ആ ടൈമിങ്സ്. അപ്പം
ലോഹറുടെ ടൈം ആയെങ്കിൽ ലോഹർ നിസ്കരിക്കുക, അസുര ടൈം അസുർ, മഗ്രിബിയുടെ ടൈം ആയെങ്കിൽ മഗ്രിബ്, ഇഷായുടെ ടൈം ഇഷ, സുബൈയുടെ ടൈം സുബഹ്. ഇങ്ങനെ സമയം ആയെന്നറിയുക നാലാമത്തെ നിസ്കാരത്തെ ഷർത്തായിട്ടേക്ക് ടൈമായിട്ടേ നിസ്കരിക്കണം. അഞ്ചാമത്തത് കിബിലാക്ക് മുന്നിടുക. കിബിലത്ത് എന്താക്കണം, മുഖ ഇട്ടിട്ടായിട്ട് നിസ്കരിക്കണം. കിബിലത്തുക്ക് ഞങ്ങളെ മുഖ എല്ലാം എതിർ സൈഡാവണം, കിബിലത്ത് കാണണം, ആ നിലയ്ക്ക് നിസ്കരിക്കണം. അതല്ലാണ്ട് കിബില നോക്കാണ്ട് ഇന്ന പോലെ ഒട്ടരാസ് പോലെ നിസ്കരിച്ചിട്ടുണ്ടായ നിസ്കാരം സ്വഹ്യാവില്ല. ചില നിസ്കാരത്തെ അഞ്ചാമത്തെ ഷർത്തായിട്ട് കിബിലാക്ക് മുന്നിടുക. ഇങ്ങനെ നിസ്കാരത്തിക്ക് 5 ഷർത്തുണ്ട്. ഈ 5 ഷർത്ത് നിസ്കാരത്തിൽ ഓർത്ത നിസ്കരിക്കലേക്ക് മുന്നോട്ട് ഈ 5 ഷർത്തിൽ കണ്ടീഷനിലായിട്ടുണ്ടെങ്കിൽ മാത്രം ಅವನಿಗೂ ನಿಸ್ಕರಿಕೋಗಿ ಎಂದ್ರಾಕ ನಿಸ್ಕರಿಕೋಗೂ ಅವನು ರೆಡಿ ಆಯಿತು, ನಿಸ್ಕರಿಕೋಗೂ ಕೈ ಕಟ್ಟೋಗೂ ರೆಡಿ ಆವ. ഈ 5 ഷർത്ത് ഫസ്റ്റിക്ക് ഇല്ലണ്ടായി 5 ഏതെങ്കിലും ഒന്നില്ലണ്ടായെങ്കും അവൻ്റെ നിസ്കരിക്കുക അവൻക്ക് ആവില്ല, അവൻ റെഡി ആയിട്ടില്ല, റെഡി ആവണത്രേ. അതുകൊണ്ടിട്ട് നിസ്കാരത്തെ 5 ഷർത്തും ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കണം, പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പാലിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തത് നിസ്കാരത്തെ ഷർത്ത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഓർത്തുക, രണ്ടാമത്തത് നജസിൽ നിന്ന് ശുദ്ധി ഓർത്തുക, മൂന്നാമത്തത് ഔറത്ത് മറക്കുക, നാലാമത്തത് സമയം ആയെന്നറിയുക, അഞ്ചാമത്തത് ഖിബ്ലക്ക് മുന്നിടുക. ഇനി ഈ 5 ഷർത്തും പഠിച്ചിട്ട് ആയിട്ടിക്കറോ നിസ്കാരத்துக்கு റെഡി ആവുന്നത്. 5 ഷർത്തും നമ്മളോട്ട് ക്ലിയർ ആയിട്ട് ഉണ്ടുണ്ടായി മാത്രമായിട്ടിക്കറ് നിസ്കാരത്ത് റെഡി ആവുന്നത്. അതുകൊണ്ടിട്ട് മുഅ്മിനീങ്ങളായ ഞങ്ങൾ എല്ലാവരും, നിങ്ങളും നാനും എല്ലാവരും ഇതൊന്ന് പഠിച്ചു വെക്കൽ നിർബന്ധമായിട്ടിക്കറ്. എല്ലാവരും ഇത് വിഷയം പഠിച്ചു വെക്കൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം ദീൻ എങ്ങനെ പഠിപ്പാറ്റിര നിസ്കരിക്കുക, മറ്റുള്ള വിവാദത്തെടുക്കുക, ആ നിലക്ക് വിവാദത്തെടുക്കുക, നിസ്കരിക്കുള്ള തൗഫീഖുള്ള നമുക്കുറയ്ക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്തങ്ങുന്നാറുണ്ടായെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ആക്കുക. ഇൻഷാ അല്ലാഹ് ദീനിയായ നസീഹത്തുള്ള പണ്ട് ഇൻഷാ അല്ലാഹ്. അതേപോലെ ನಾನು ಎಲ್ದಿದಾಗಂತೂ ನಾನು ಪಾಡಿದಾಗಂತೂ ನಾ ಎಲ್ದಿಟ್ಟು ನಾನೇ ಪಾಡಿಯಂತೂ കൊറിയ മദ്ഹുർ റസൂലും അതുപോലെ മദ്ഹുൽ ഔലിയ ഇങ്ങനെയുള്ള വരും ഇൻഷാ അല്ലാഹ് ഇതിൽ. ഇത് കൊണ്ടിട്ട് സബ്സ്ക്രൈബ് ആക്കാത്ത ആൾമാരുന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് അടിക്കുക, അതുപോലെ നിങ്ങൾ ചങ്ങായിമാർക്ക് ഷെയർ ആക്കുക. ഈ ഷെയർ ആക്കലോട് കൂടെ അങ്ങും എന്തെങ്കിലും ഒരു ഇൽമു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു കൂല നിങ്ങൾക്കും കിട്ടു നക്കും കിട്ടു. ആ നിലയ്ക്കുള്ള ഒരു ചാനലായിട്ട് അല്ലാഹു ഞങ്ങളുടെ ചാനലിൻ്റെ മാറ്റിത്തറുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.